ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-17 ഞാൻ വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-17 നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് അല്പമായി സംസാരിച്ചിരുന്നു. ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് വെച്ചാൽ നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കേണ്ട ഒരു ലേഖനം, ഒരുപാട് സന്തോഷിപ്പിക്കേണ്ട ലേഖനമാണ്. ഹാലയിലും ഇപ്പൊ പലപ്പോഴും ഞാൻ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ലേഖനം വായിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ചാപ്റ്റർ ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. ഒന്നും മനസ്സിലാവത്തില്ല. നമ്മുടെയൊക്കെ അനുഭവം അതായിരിക്കാം. എന്റെ അനുഭവം അങ്ങനെയാണ്, ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ അതിങ്ങനെ വായിച്ച് 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 കുറെ കഴിയുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുമ്പോഴാണ് വളരെ വലിയ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്. ഹാലി നമ്മുടെ ബുദ്ധിക്ക് ഒക്കുന്ന കാര്യങ്ങളല്ല, എങ്കിലും ആ ദൈവം മനസ്സിലാക്കി തരുന്നത് പോലെ ഹാലലൂയ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കും തോറും പിന്നെയും ആഴത്തിൽ പോകുന്ന കാര്യങ്ങളാണ് ദൈവം അത് എഴുതി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ പറയുന്ന കാര്യമാണ്, നിങ്ങളെ ഓർത്തുമുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഹാലലൂയ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതില്ല. ഹാലലൂയ. സ്തോത്രം. പൗലോസ് റോമിലെ ജയിലിൽ കിടന്ന് എഴുതുന്ന ഒരു ലേഖനമാണ് ഈ എഫെസ്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്. ഹാലലൂയ. റോമിലെ കാലത്തിന്റെ അവസ്ഥ നമുക്കറിയാം. വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് ആ വിശ്വാസികളെ ബലപ്പെടുത്താൻ വേണ്ടി ഹാലലൂയ അപ്പോസ്തലൻ എഴുതിയ ഒരു ലേഖനമാണ്. അതിൽ പറയുന്നു, അവരെ അഡ്രസ് ചെയ്യുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനം. അതായത് ആ ദൈവത്തെ നമുക്ക് ലാംഗ്വേജ് കുറച്ച് പ്രശ്നമാണ് ഈ നമ്മുടെ ഈ മലയാളം ട്രാൻസ്ലേഷൻ. പക്ഷെ അതിന്റെ മറ്റു ട്രാൻസ്ലേഷൻ പറയുന്നത് തന്നെ കുറിച്ച് മനസ്സിലാക്കാം, ദൈവത്തെ വേണ്ടതുപോലെ അറിയുവാൻ, നമ്മുടെ മഹത്വവും പിതാവുമായ ദൈവത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ നോക്കി, നമുക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണിത്. താൻ സ്നേഹിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇന്നത്തെ കാലത്ത് ഒരു പ്രാർത്ഥിക്കും ഇങ്ങനെ. ഇന്നത്തെ കാലത്ത് എത്ര ലീഡേഴ്സ് ഉണ്ട് ഇങ്ങനെ, എത്ര ആത്മീയ പിതാക്കന്മാരുണ്ട് ഇങ്ങനെ. ഇങ്ങനെയുള്ള പിതാക്കന്മാരെ കിട്ടുന്നത് നമുക്ക് ഓഫ്കോഴ്സ് ദൈവത്തിന്റെ കൃപയാണ്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കേണ്ടതിന് ഹാലലൂയ നിങ്ങൾക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടട്ടെ എന്ന് അദ്ദേഹം തരേണ്ടതിന്. അതായത് ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളത്? ഹാലലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യമായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാടിനെ കുറിച്ചാണ്. എന്താണ് ഈ വെളിപ്പാട് പൗലോസ് ആഗ്രഹിക്കുന്നത്, പൗലോസ് ഉദ്ദേശിക്കുന്നത്? ഹാലലൂയ. അദ്ദേഹം അവിടെ മെയിൻലി ഉദ്ദേശിക്കുന്നത് ആത്മീയമായി മറഞ്ഞിരിക്കുന്ന ആത്മീയ നന്മകളെ കുറിച്ചാണ്. ഹാലലൂയ. മറഞ്ഞിരിക്കുന്ന ആത്മീയ നന്മകൾ നമുക്കറിയാം. നമ്മൾ പുറമേ കാണുന്ന ആത്മീയ നന്മകൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും മറഞ്ഞിരിക്കുന്ന ഒരുപാട് ആത്മീയ നന്മകൾ നമ്മുടെ മറഞ്ഞിരിക്കുന്നതാവണമെന്നില്ല. നമുക്ക് അറിവില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ബോധ്യം പലപ്പോഴും വിശ്വസിക്കാൻ പ്രയാസമുള്ള ആത്മീയ നന്മകളുണ്ട്. സ്തോത്രം. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ ഒരു 14 വർഷം അദ്ദേഹം കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്കാണ്, ബിഫോർ 40 years ago 14 വർഷം ഞാൻ പറുദീസയിൽ എടുക്കപ്പെട്ടു. അതായത് പറുദീസയിൽ പോയെന്നാണ് പറയുന്നത്. അവിടെ ഉച്ചരിക്കാൻ മനസ്സിലാവാത്ത ഭാഷ കേട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ കാര്യങ്ങൾ. ഹല്ലേലൂയ. അതായത് ഈ ആത്മീയ നന്മകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം. കാരണം അദ്ദേഹം എപ്പോഴും ദൈവത്തോട് ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന വെളിപ്പാടുകളുടെ ആധിക്യം കൊണ്ട് ശരീരത്തിൽ ശൂലം കിട്ടിയ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്പോസ്തലന് ഇത് മാത്രമാവില്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നിരിക്കുക, മറ്റു പല കാര്യങ്ങളും അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. ഈ അനുഭവങ്ങൾ വെച്ച് അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പാടുകൾ, അതായത് റെവലേഷൻ, വെളിപ്പാടുകൾ തരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതിനുള്ള ഒരു ആത്മീയമായ ഒരു കൃപ നിങ്ങളുടെ മേൽ ദൈവം തരട്ടെ. അദ്ദേഹം അതായത് എന്തിനാ വരുന്നറിയാമോ? ദൈവമായ പിതാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ. എന്താണ് ആത്മീയത, എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് ആത്മീയമായ ഓരോ മേഖലകളിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ആ വെളിപ്പാട് ദൈവം തുറന്നു തരട്ടെ. അദ്ദേഹം പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവമേ, അങ്ങേ ഒത്തിരി അറിയുവാൻ. ഹല്ലേലൂയ. എനിക്ക് ആത്മീയ മേഖലയിലേക്ക് ഒത്തിരി കടന്നു വരുവാൻ, ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ എന്റെ അകത്തെ കണ്ണുകൾ തുറന്നു തരണമേ. സ്തോത്രം. നമ്മുടെ ബുദ്ധി വെച്ചത് കഴിയുന്ന കാര്യമല്ല. ഒരിക്കലും ഹിഡൻ ട്രൂത്ത്സ് മനസ്സിലാക്കുവാൻ നമ്മുടെ മാനസിക ബുദ്ധിയോട് ഒരിക്കലും കഴിയത്തില്ല. അതായത് ദൈവം നമ്മൾ ചില തുറന്നു തരാതെ, ഹല്ലേലൂയ, ചിലർക്ക് ദൈവം തുറന്നു കൊടുക്കും. അതിന് ആഗ്രഹത്തോടെ ആയിരുന്നു ദൈവം ഉറപ്പായിട്ട് നമുക്ക് തുറന്നു തരും. അതായത് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം ചില കാര്യങ്ങൾ ഓപ്പൺ ചെയ്ത് തരാതെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കി കഴിയത്തില്ല. നമ്മുടെ ആഗ്രഹം നമുക്കറിയാം. നമുക്ക് ക്രിസ്തുവിനെ പോലാകാൻ ആഗ്രഹമുണ്ട്, ശരിയാ. നമുക്ക് ആത്മീയത്തിൽ വളരെ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് തുറന്നു തരാതെ നമ്മുടെ ആഗ്രഹം മാത്രമല്ല, ചില
എഫേർട്ടുകൾ എടുത്തിട്ട് ഹാലലൂയ അതിലേക്കൊന്ന് കയറി ചെല്ലാനുള്ള ഒരു ആഗ്രഹം ദിവസങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ. അതായത് ആ വെളിപ്പാടുകൾ, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ, ആ പ്രസൻസിൽ നിൽക്കുവാൻ, ആ ബന്ധം സ്ഥാപിക്കുവാൻ. എന്റെ അഭിപ്രായത്തിൽ ഒരു ആത്മീയമായ ഒരു ഉയർച്ച എന്ന് പറയുമ്പോൾ എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയുന്ന അനുഭവത്തിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിൽ ഞാൻ പറയുന്നു, ദൈവമായി ചേർന്ന് നടക്കുന്ന ആ ഒരു അനുഭവമില്ലേ, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അനുഭവം, ഏത് സമയത്തും ആ സാന്നിധ്യം അനുഭവിക്കുക, കർത്താവിനോടുള്ള ബന്ധത്തിൽ നടക്കുക, ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. ഹാലലൂയ. അതോടൊപ്പം തന്നെ ദൈവം എന്റെ പിതാവാണെന്നുള്ള ബോധ്യത്തിൽ ഒരു പിതാവ് എന്നെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുള്ള അപ്പന്റെ ഹൃദയം അറിഞ്ഞ് അപ്പനോട് കൂടെ നടക്കുക എന്നുള്ള പ്രക്രിയ, അതാണ് എന്നെ സംബന്ധിച്ച് ഒരു ആത്മീയ വളർച്ചയുടെ ഹാലലൂയ ഒരു ഒരു ഉന്നതി എന്ന് പറയുന്നത്. അതിനിടയിൽ വന്ന് കയറുന്ന പല കാര്യങ്ങളുമുണ്ട്. ഹാലലൂയ, സ്തോത്രം. ആത്മീയമായ ചില അനുഭവങ്ങൾ, സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം അനുഭവങ്ങളിലേക്ക് അവർ കയറുന്നതിന് വേണ്ടി വെളിപ്പാടിൻ്റെതായ ചില തലങ്ങൾ തുറന്നു കിട്ടട്ടെ എന്ന് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു അപ്പന്റെ ഒരു ആത്മീയ പിതാവിന്റെ ഹൃദയം അവിടെ കാണാൻ കഴിയുന്നത്. ഹാലലൂയ, സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് തന്നെക്കുറിച്ച് അധികം മനസ്സിലാക്കുവാനുള്ള വിവേകം ഉണ്ടാകട്ടെ, വിസ്ഡം ഉണ്ടാകട്ടെ. അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ദൈവം എന്താണോ ലൈഫിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ചും എന്താണോ ദൈവം എങ്ങനെയൊക്കെ നോക്കി കാണുന്നുവോ അപ്രകാരം നോക്കി കാണുവാനുള്ള ഒരു ഹൃദയം, ഒരു വിവേകം നമ്മളിൽ ഉണ്ടാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് യേശു ക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവന്നപ്പോ ആ ഒരു പാപിനിയായ സ്ത്രീ, വ്യഭിചാരിണിയായ സ്ത്രീ വന്നപ്പോ യേശു കർത്താവ് ആ സ്ത്രീയെ വിധിച്ചില്ല. ഞാനപ്പോ ആലോചിക്കുകയായിരുന്നു, ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, ആ വന്ന യഹൂദന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഈ സ്ത്രീയെ നോക്കി കാണുക? ഉറപ്പായിട്ടും മറ്റു യഹൂദന്മാർ കണ്ടതുപോലെ ഞാനും നോക്കി കണ്ടേനെ, ഞാനൊരു കല്ലെടുത്തേനെ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെല്ലാം അങ്ങനെയല്ല ചിന്തിക്കുക. കാരണം ലോ എങ്ങനെയാ, നിയമം എങ്ങനെയാ കിടക്കുന്നത്? വ്യഭിചാരിണിയായ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പോ അവളെ ഉറപ്പായിട്ട് കൊണ്ടുവരുമ്പോൾ ഞാനെ കൂടുതലുള്ള ഞാനും അങ്ങനെ തന്നെ ചെയ്യുക. ഞാനൊരു കല്ലെടുക്കും, ഞാനും അക്യൂസ് ചെയ്യും, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയും. ബിക്കോസ് അങ്ങനെയാണ് ലോ അങ്ങനെയാ കിടക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ മനസ്ഹൃദയം നോക്കി, ദൈവം അങ്ങനെയാ. ദൈവം പലപ്പോഴും പല പല ദൈവമാണ് ഈ നിയമം ഉണ്ടാക്കിയ ആൾ എങ്കിലും ഹാലലൂയ, ദൈവം ഒരു കാര്യം നോക്കിക്കാണുമ്പോൾ പലപ്പോഴും ആ ദൈവം ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിയമമൊന്നുമില്ല. അപ്പന്റെ ഹൃദയം അങ്ങനെയാണ്. ദൈവം ഒരു കാര്യം നോക്കിക്കാണുന്നത് പലപ്പോഴും ദൈവത്തിന്റെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. അതേപോലെ ആ ദൈവം നോക്കി കാണുന്നത് പോലെ കഴിഞ്ഞ ദിവസം വേറെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഹാലലൂയ, അന്യ സഹോദരനെ കുറിച്ച് പറഞ്ഞിരുന്നു. വീണ്ടും അതിനെ കുറിച്ച് പറയുന്നില്ല. ഈ ഒരു കാഴ്ചപ്പാടിൽ, അതായത് ദൈവം നമ്മളെങ്ങനെ ദൈവത്തിന്റെ ഒരു കാഴ്ചപ്പാട്, ദൈവം ഒരു കാര്യം നോക്കിക്കാണുന്ന രീതി വേറെയാണ്. പലപ്പോഴും നമ്മളത് ചിന്തിക്കുന്ന പോലെയല്ല, നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഒത്തുവണ്ണമല്ല കർത്താവ് നോക്കിക്കാണുന്നത്. ഇത്തരം വിസ്ഡം, ഈ ഒരു വിസ്ഡത്തിന്റെ ആത്മ നമ്മളിലേക്ക് തരുന്ന ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. ഹാലലൂയ, ഈ ഒരു വിസ്ഡം ആ എഫെസസുള്ള ജനത്തിന് കിട്ടണം. എന്തിനാണ് ഈ വിസ്ഡം, ഈ വിവേകത്തിന്റെ ആത്മാവും ജ്ഞാനത്തിന്റെ ആത്മാവും അതുപോലെ റെവലേഷന്റെ ആത്മാവും എന്തിനാണ് കിട്ടുന്നത്? ദൈവത്തെ കൂടുതൽ അറിയുവാൻ, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ. ഹാലലൂയ, ഈ ദിവസങ്ങളിൽ ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനായി, ദൈവത്തെ കൂടുതൽ അറിയാൻ ആഗ്രഹം നമ്മളിലുണ്ടോ എങ്കിൽ ഉറപ്പായി നമ്മൾ രണ്ട് ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങേ അറിയുവാനുള്ള ജ്ഞാനം എനിക്ക് നൽകണമേ. അങ്ങയുടെ അങ്ങനെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവമേ എനിക്ക് അങ്ങിൽ വളരുവാൻ തക്കമുള്ള ആ വെളിപ്പാട് തലം ഓപ്പൺ ആക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഉണ്ടാവണം. ഹാലലൂയ, സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് ഏരിയകൾ ഓപ്പൺ ആകുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുവാനും ദൈവത്തിന്റെ ഹൃദയം അറിയുവാനും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സാന്നിധ്യത്തിൽ നടക്കുവാനും എപ്പോഴും ആ ബന്ധം സൂക്ഷിക്കുവാനും സാധിക്കുകയുള്ളൂ. നമുക്ക് അല്ലെങ്കിൽ പെരിഫറലായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് നമുക്ക് ആവശ്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വേറെ സ്ഥലം നീക്കാം. ആവശ്യങ്ങൾ ഉറപ്പായിട്ട് ദൈവം ചെയ്തു തരും. ജാതികൾക്ക് ദൈവം കൊടുക്കുന്നുണ്ട്, നമുക്കും ചെയ്തു തരും. ഒരു മാറ്റവും ഇല്ല, എല്ലാം ശുഭം, സന്തോഷം. പക്ഷെ അതുപരിയായി നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. നമ്മളെ പിതാവായ ദൈവത്തിനെ അതിലുപരി അറിയുവാൻ, അതിനുള്ള ഒരു ജ്ഞാനത്തിന്റെ ആത്മാവ്. ഹാലലൂയ, ദൈവത്തിന്റെ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് ഞാൻ എന്റെ പൊസിഷനിൽ നിന്ന് മാറി കർത്താവിന്റെ പൊസിഷനിലേക്ക് വന്നിട്ട് കർത്താവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന ഒരവസ്ഥ. ലോകത്ത് നടക്കുന്ന, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നടക്കുന്ന, എന്റെ റിലേറ്റീവ്സ് നടക്കുന്ന, അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളിൽ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, എന്റെ കൂട്ടുവിശ്വാസികളുടെ നടക്കുന്ന കാര്യങ്ങൾ, എവിടെയും നടക്കുന്ന കാര്യങ്ങളെ കർത്താവിന്റെ സ്ഥാനത്ത് ഞാൻ നോക്കിക്കാണുന്ന ഒരു അവസ്ഥ. അതാണ് ദൈവം അർത്ഥമാക്കുന്നത്. ഹാലലൂയ, അങ്ങനെ നോക്കി കാണുമ്പോൾ ദൈവത്തെ പോലെ ചിന്തിക്കുവാൻ, ദൈവത്തെ പോലെ കാണുവാൻ, ദൈവത്തെ പോലെ അനലൈസ് ചെയ്യുവാൻ, വിധിപ്പാനല്ല വിവേചിപ്പാൻ. ഹാലലൂയ, അങ്ങനൊരു ഗിഫ്റ്റ് നമ്മളിലേക്ക് ദൈവം പകർന്നു തരും. അതിലുപരിയായി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ നിലവാരം, ആത്മീയമായ ഒരു ജീവിതം, ദൈവത്തോടൊപ്പം നടക്കുവാൻ, ആ ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ച് നടക്കുവാൻ, ആ ബന്ധം സൂക്ഷിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ ആകണമെന്നുള്ള ആഗ്രഹമുള്ളപ്പോൾ തന്നെ അതിലെങ്ങനെയാണ് വളരാൻ കഴിയുക എന്നുള്ളൊരു ബോധ്യം
അതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായി എപ്പോഴും ആ ഒരു അവയർനെസ് നടക്കാൻ തക്കവണ്ണമുള്ള ഒരു കൃപയ്ക്കായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെയാണ് നമ്മൾ പിതാവിനെ കൂടുതലായി അറിയുന്നത്, ദൈവത്തെ കൂടുതലായി അറിയുന്നത്. ഹാലലൂയ. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ, അറിയണം അറിയണം അറിയണം. ഒരു പർവ്വതത്തിൽ കയറണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മലയിൽ കയറണമെങ്കിൽ മലയുടെ താഴെ നിന്നിട്ട് എനിക്ക് മലയിൽ കയറണം മലയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. കയറാൻ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് സ്റ്റെപ്പുകൾ വെച്ചാലേ ആ മലയിൽ കയറാൻ കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ ഹാലലൂയ, നമ്മൾ ദൈവത്തെ എനിക്ക് അറിയണം അറിയണമെന്ന് പറഞ്ഞു മാത്രം നിൽക്കാതെ ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ, ദൈവമേ ഇങ്ങനെ ഒരു പ്രാർത്ഥന നിന്നു, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പ്രാർത്ഥന ഉയരുവാനും അതിനനുസൃതമായി നമ്മുടെ ഹൃദയ ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവമേ, അപ്പോസ്തലൻ പറയുന്നത് പോലെ, ദൈവമേ അങ്ങേ എനിക്ക് ഒത്തിരി അറിയാൻ, എന്റെ ദൈവത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കുവാനുള്ള എന്റെ ഹൃദയത്തെ ഒന്ന് തുറക്കണമേ, ഹൃദയത്തെ തുറക്കണമേ, ആ വിവേകം എന്നിൽ പകരണമേ, ആ വെളിപ്പാടും എനിക്ക് ഓപ്പണാക്കി തരണമേ, അങ്ങേ കൂടുതലായി അറിയുവാൻ, അങ്ങേ കൂടുതലായി സ്നേഹിപ്പാൻ, ദൈവം ആഗ്രഹിക്കുന്ന പാതകൾ നടക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നുള്ള പ്രാർത്ഥന ദിവസങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥന വരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദൈവം തൊടും, നമ്മൾ ആ വഴികൾ കയറുവാൻ ഇടയായി തീരും. പിതാവ് ദൈവത്തെ കൂടുതൽ അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹാലലൂയ. അങ്ങനെയുള്ള പ്രാർത്ഥന എഴുവാൻ തക്കൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ വരണ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നടക്കാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു വാഴുന്ന പിതാവ്. ഞങ്ങൾ കേൾപ്പിച്ച വാക്കുകൾക്ക് നന്ദി പറയുന്നു. ദിവസം കർത്താവിനെ അധികമായി അറിയുവാൻ ദൈവം ആ വിവേകം ഞങ്ങളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പാതകൾ ചുവട് വയ്ക്കുവാൻ, ദൈവത്തിന്റെ ഹിതം പോലെ ഞങ്ങളുടെ പാതകളെ നേരെയാക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. പിതാവിനെ കൂടുതൽ അറിയുവാൻ, അപ്പോസ്തലനായ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പിതാവിനെ കൂടുതൽ, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുവാനുള്ള വിവേകവും ആ ജ്ഞാനത്തിന്റെ ആത്മാവിനെയും റെവലേഷന്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകർന്നതിനായി നന്ദി പറയും. അതിൽ നടക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞങ്ങളുടെ മക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഏറ്റവും ബ്ലസ്സിംഗായി മാറട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.